ഇപ്പോൾ ഫസൽ ഗഫൂർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. MES പ്രസിഡന്റാണ്. ശ്രീ ഫസൽ ഗഫൂർ, സുപ്രീം കോടതിയിലെ വാഗ്വാദങ്ങൾ എല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് കരുതുന്നു. ഹർജിക്കാർക്ക് അനുകൂലമായ പല ചോദ്യങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഈ വാദഗതികൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഫസൽ? ഈ ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയുടെ ഒരു വിധിയായിട്ടില്ല. വാദഗതി അങ്ങനെ സുപ്രീം കോടതി അറ്റ്ലീസ്റ്റ് വാദം അംഗീകരിക്കാനായിട്ട് തയ്യാറാണ് എന്നുള്ളത് കാണിക്കുന്നത് ഈ നിയമം ശരിക്കും പറഞ്ഞാൽ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് ഈ ഗവൺമെന്റ് കൊണ്ടുവരുന്നത്. അതിൽ പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്, വഖഫ് സ്വത്തുകൾ ഡീനോട്ടിഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തമുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ മൊത്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വഖഫ് ബൈ യൂസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിട്ടുള്ളതല്ല. ഇതൊക്കെ ഏതോ ഈവൻ മുഗൾ ചക്രവർത്തിമാരുടെ കാലത്തിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് ക്രൈസ്തവ സഭയുടെ സ്വത്തുക്കൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്, മനസ്സിലല്ലേ? അപ്പൊ അതേമാതിരി തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അതിനൊക്കെ പുരാതനമായിട്ട് ബൈ യൂസ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതിന്റെയൊക്കെ ഡോക്യുമെന്റ് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡീനോട്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഒരു ദിശയുള്ളൂ, അത് ഒരു നിരീക്ഷണം മാത്രമാണ് സുപ്രീം കോടതിയുടെ. ആ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതിന്റെ രണ്ട് വശങ്ങളും നമ്മൾ സ്വാഗതം ചെയ്യണം. ബാക്കിയുള്ള ഇതൊരു നിയമപരമായിട്ടൊരു വിഷയമായതുകൊണ്ട് ആ വിധി ഞാൻ വിധിയല്ല, ആ നിരീക്ഷണം മൊത്തമായിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ചാനലിൽ കാണിച്ചതെന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഏതായാലും ഇത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് വെറുതെ അനാവശ്യമായിട്ട് സമുദായത്തില് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു നിയമമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഇതിൽ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം, ഇന്ത്യയിലെ എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള നിയമങ്ങളും അവരുടേതായിട്ടുള്ള ഉദാഹരണം SGPCs, സിഖ് ഗുരുദ്വാര പ്രബന്ധക കമ്മിറ്റി, അതേപോലെ തന്നെ ദേവസ്വം ബോർഡ്, അതേമാതിരി എല്ലാ സമുദായങ്ങൾക്കും ഉണ്ട്. അതിലൊന്നും മറ്റുള്ള സമുദായങ്ങളിൽ പെട്ടിട്ടുള്ള ആൾക്കാർ ആ ഒരൊറ്റ കമ്മിറ്റിയിലും ഇല്ല. അപ്പൊ അതെല്ലാം കൂടെ കുത്തിത്തിരിയിട്ടുള്ള ഈ ബില്ല് തീർച്ചയായിട്ടും സുപ്രീം കോടതി അതിന്റെ യുക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും ഫൈനലായിട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.